ഒരു ഇൻ്റർവ്യൂവിലും ആരും ഇതുവരെ പച്ചവെള്ളവും മിന്നും കൂടെ മിക്സ് ചെയ്ത് കുടിച്ചിട്ടില്ല. അത് മിക്സ് ചെയ്ത് കുടിക്കാൻ ഒരേ ഒരു ടീമിനെ പറ്റത്തുള്ളൂ. അടിക്കണം കൈ അമ്പാനെ സാധനം വിട്. അയ്യോ ഒരു ആർമിക്കാരനും ഒരു നേവിക്കാരനെ കുളിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് സാധനം ഇരിക്കുന്നുണ്ട്, എന്താ മിക്സ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ട് വന്നു. കയ്യിൽ കൊണ്ടുവന്നു മിക്സ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട്. 3 സുഹൃത്തുക്കൾ ചേർന്ന് 18-ാം വയസ്സിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതിലൊരുവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അവിടുന്ന് നേരെ ജയിലിലേക്ക്. കൂട്ടത്തല്ലും കാര്യങ്ങളൊക്കെ ജയിലിൽ ഉണ്ടായിട്ടുണ്ടോ? 16 ഗ്ലാസ് സെല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിലൊഴിക്കും, നമ്മളിങ്ങനെ പുറത്ത് കൈ കൊണ്ടെടുക്കുക, അത് കുടിക്കുക, അങ്ങനെ തുടങ്ങും. ജയിലിനെ കുറിച്ച് നല്ലൊരു വീഡിയോ ഒക്കെ ഉണ്ട് പറഞ്ഞു സൂപ്പറുണ്ട്, കേൾക്കണ്ട. കൂടുള്ള 2 ചങ്ക എന്ത് കൊടുക്കുമായിരുന്നു വെളിയിൽ? ജയിലിൻ്റെ പുറത്ത് വരും ചായയും കടയും കഴിക്കും. ഞാൻ കേട്ടൊരു കാര്യം, കൂടെ നിന്ന് ചതിച്ചില്ല ഇവനല്ലേ. ചെയ്ത് തെറ്റാന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിയമപാലകരും കോടതികളൊന്നുമില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല? അവര് നമ്മളെ കൊടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതാണ്. വാറ്റി കുടിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സാധനം പോകില്ല. കേരളം നിൽക്കണത് എന്തുകൊണ്ടാണ്? മദ്യം കൊണ്ടാണ്. ഇത് തുറന്നു പറയുന്നത് നിനക്ക് പേടിയില്ലേ? എന്തിനാ പേടിക്കണേ? 2 അടിക്കുന്നവനാണേ ഓക്കെ. ഇത് ഒരു ലഹരി പരിപാടി ഇല്ലാത്ത നിന്നെ പിടിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം. ഉദ്യോഗസ്ഥർ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. എക്സാമ്പിൾ ഇഷ്ടം പോലെയല്ലേ മുന്നിൽ കൂടെ കടന്ന് കളിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. 3 സുഹൃത്തുക്കൾ ചേർന്ന് 18-ാം വയസ്സിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതിലൊരുവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 10 ദിവസം ജയിലിൻ്റെ അഴിക്കുള്ളിൽ കിടക്കുന്നു. ജയിലിൽ പോകാനുണ്ടായ കാരണം എന്ത്? കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം. ഈ 3 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ മച്ചാനെ, ഇതൊക്കെയാണ് സുഹൃത്തുക്കൾ. നമസ്കാരം. പക്ഷെ നിങ്ങളെ ആളുകൾ അറിയപ്പെടുന്ന ഒറ്റ പേരില്ല, 3 സുഹൃത്തുക്കൾ നല്ലാണോ? ആ ചാനലിന്റെ പേര് നിങ്ങൾ ഒരുമിച്ച് പറയണം. 1 2 3 നാടൻ വ്ലോഗേഴ്സ്. അടിക്കണം കൈ. അവന്റെ കൈ പൊങ്ങത്തില്ല, അവൻ ജയിലിൽ കിടന്ന് എങ്ങനെ പൊങ്ങാനാണ്? അങ്ങനെ നാടൻ വ്ലോഗേഴ്സ് അല്ലേ? 23 വയസ്സേ ഉള്ളെന്ന് ഞാൻ കേട്ടു, ശരിയാണോ? 21 ഉള്ളൂ. 23 ഇപ്പൊ ഇവിടെ അടിച്ച് കൊഞ്ചു വരെ നടക്കും. അതിനൊരു സംശയമില്ല. അല്ലല്ല, പക്ഷെ അതിനൊരു തിരുത്തുണ്ട്. എന്താ? നിങ്ങൾ വെള്ളം അടിക്കാത്ത 3 പേരാ. അതെ, ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കണേ? നടക്കില്ല. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ കുടിയന്മാരാണ്. വീട്ടുകാരെ വെച്ച് ബാക്കി എല്ലാവർക്കും ഞങ്ങൾ കുടിയന്മാരാണ്. വീട്ടുകാർക്ക് അറിയാം, വീട്ടുകാർക്ക് അറിയണോണ്ടാണ് ഒരു ഫുൾ സപ്പോർട്ടാണ്. ഒരു കുഴപ്പമില്ല അവർക്ക്. 18-ാം വയസ്സ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇന്റർവ്യൂ പറഞ്ഞു, ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു പരിപാടി കൊണ്ടുവരണം എന്നുള്ളത്? ഇവന്റെ ഐഡിയ ആയിരുന്നു. ഇവൻ ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെ യൂട്യൂബ് തുടങ്ങല്ലേ ചോദിച്ചു. എന്നിട്ട് ചാനൽ തുടങ്ങിയിട്ട് 2017 ഞങ്ങൾ ചാനൽ തുടങ്ങിയത്. 17 തുടങ്ങിയത്. പക്ഷെ അപ്പൊ +2 പ്ലസ് 2 സാധാരണ ഒരു ബോധം ഉണ്ടാവില്ലല്ലോ, വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. 2017 +2 അല്ല, 2017 10ാം ക്ലാസ്. 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിൽ തുടങ്ങിയതാ വീഡിയോ ഇട്ടിട്ടില്ല, വീഡിയോ തുടങ്ങിയിട്ടില്ല, ക്രിയേറ്റ് ചെയ്തിട്ടു. ചാനലിന്റെ നെയിം അപ്പം മുതലേ ഉള്ളതാ. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം തുടങ്ങുന്ന സമയത്ത് ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല. ഒരു വിധമല്ല. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മള് 2017 ഈ സാധനം തുടങ്ങിയിട്ട് ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചു. പിന്നെ ഈ 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പഠിക്കാനും അതേമാതിരി +1 +2 ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞ ടൈമാണ്. അതെ, അതിൽ വേറെ തേങ്ങയ്ക്കും നടക്കൂല, കളിക്കാൻ പോലും വിടൂല. പിന്നെ യൂട്യൂബ് പറഞ്ഞ് നടന്നു കഴിഞ്ഞാല് മടക്കനോട് അടിയിട്ടു. പക്ഷെ അങ്ങനെയല്ല, വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. 10ാം ക്ലാസ്സിലൊക്കെ സ്വാഭാവികമായിട്ട് പഠിക്കാൻ പറയും. 10ാം ക്ലാസ് അല്ലേ എപ്പോഴും പഠിക്കാൻ പറയുന്നു. പറഞ്ഞോണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ മണ്ടൻ ആരാ? സ്വയം മണ്ടനാണെന്ന് പറയണവനാണ് ബുദ്ധിമാൻ. അല്ല, ശരിക്കും അങ്ങനെയാണ് അത്. സ്വയം മണ്ടനാണെന്ന് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കണവനാണ് ബുദ്ധിമാൻ. അല്ലാണ്ട് ഇപ്പോ ഞാൻ ബുദ്ധിമാനാണെന്ന് പറയണ ആരും ശരിക്കും ബുദ്ധിമാൻ എന്ന് പറയുന്നവരാണ് മണ്ടൻ. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ചാനൽ തുടങ്ങുന്നു. ഫസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്തുവാ? കള്ളപ്പും ബീഫും. എടാ, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ എങ്ങനെയായിരുന്നടാ? അമ്മയുടെ ഫുഡ് ഉണ്ടാക്കി 10ാം ക്ലാസ്സിൽ ഞങ്ങൾ വീഡിയോ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴാണ് തുടങ്ങുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് ഒരു വീഡിയോ അൽഫാമിന്റെ വീഡിയോ ഒക്കെ ആയിരുന്നു. അത് ഞങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ കള്ളപ്പം ബീഫ് ഉണ്ടാക്കുന്നു, നിങ്ങൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി പ്രേക്ഷകരെ കാണിക്കുന്നു.
ഈ കാണിക്കുന്നതല്ല നല്ല വശങ്ങളെ കാണിക്കുന്നുള്ളൂ. ഉണ്ടാക്കി ഫ്ലോപ്പ് ആയി പോയിട്ടുള്ളൂ. അങ്ങനെയല്ല, ഫസ്റ്റത്തെ വീഡിയോ മാത്രമാണ് പുറത്തേക്ക് പോകാതിരുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ അതിനുശേഷം വന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾ മോശമെങ്കിൽ മോശം എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലത് പറയും. എടുക്കുന്ന വീഡിയോസ് എന്തായാലും ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് എല്ലാം വെറൈറ്റി സാധനങ്ങൾ പരീക്ഷിക്കുക എന്നുള്ള ലെവലിലാണ്. അതിലൊരു 60% സാധനങ്ങൾ മൂഞ്ചി പോകും. അതിൽ ഞങ്ങളൊരു 59% സാധനങ്ങളും നന്നെന്ന് പറയില്ല. കാരണം നന്നല്ലാത്ത നന്നല്ല തന്നെ പറയും. അത് മറ്റൊരാളിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ല, കാരണം ഞങ്ങൾ ഉണ്ടാക്കണല്ലേ, ഞങ്ങൾക്ക് പറയാം. മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഉള്ളതുള്ളമാതിരി അടിപൊളിയാവണമെന്നില്ലല്ലോ. ഉള്ളതുള്ളമാതിരി കൊടുത്തു കഴിഞ്ഞാല് ഒന്നാമത് നാട്ടുകാർ നമ്മളെ നമ്പും. അതല്ല, നമ്മൾ സത്യം മാത്രം മാക്സിമം അങ്ങനെയാണ് ശ്രമിക്കാറ്. പിന്നെ നുണ പറയാത്ത മനുഷ്യന്മാരില്ലല്ലോ. പക്ഷെ മറ്റ് വ്ളോഗേഴ്സ് ഒക്കെ നുണ പറയുന്നവരും ഉണ്ടടാ. അത് പന്ന ഫുഡിനെ നല്ലതാന്ന് പറയുന്ന എല്ലാവരും അല്ല, നല്ലതാന്ന് പറയുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം നിങ്ങൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്യണതല്ലേ, അവർക്ക് അവരുടെ തോൽവി സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് അങ്ങനല്ല, ഞങ്ങൾ പാളി ഇറങ്ങി ഞങ്ങൾ പാളി. കാരണം വേറൊരാൾ ഇത് ചെയ്തിട്ട് ഇത് നന്നല്ല ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കല്ല പ്രശ്നം. നമ്മളെപ്പോഴും കസ്റ്റമർ സൈഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരുടെ സൈഡാണ്. അവർക്ക് വളരുത്. അത്രേ ഉള്ളൂ. ഉണ്ടാക്കിയ ഫുഡില് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങള്? അങ്ങനെ ഒരു ഫുഡ് എന്നൊന്നുമില്ല, ചിലത് കൊളാവാറുണ്ട്. അത് എന്നാലും നിങ്ങൾ കുറെ ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ നിങ്ങൾക്ക്? അങ്ങനൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മള് ഫിഷ് നിർവ്വാണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആവോലിയൊക്കെ വെച്ചിട്ട്. അത് ഫസ്റ്റ് ടൈമത്തെ. അതേമാതിരി കാട കൊണ്ട് വട ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10-20 കാട വാങ്ങിയിട്ട് അത് ഒരലിടിച്ചിട്ട് അരച്ചിട്ടൊക്കെ നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ലതാണ്. പ്രോൺസിന്റെ മറ്റേ മാംഗോ വെച്ചിട്ടൊരു മസാല കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടിപൊളി മസാലയൊക്കെയുള്ള കറിയാണ്. പിന്നെ ഫുഡിന്റെ കാര്യമല്ലേ, അപ്പൊ ഓരോന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഈ ഒരു വാസന വന്ന ആരിൽ നിന്നാ? അമ്മയാണോ അപ്പനാണോ? പൊതുവെ കുക്കിംഗ് എന്താ പറയുക, ഈ പണിയെടുക്കണ കാണാൻ ഇഷ്ടമാണ്. അപ്പൊ ഈ കണ്ടിങ്ങനെ നോക്കി നിൽക്കും. ഒരു ക്രൈസിന്റെ പുറത്ത് ആൾക്കാർ ഈ ഹോട്ടലിലൊക്കെ പണിയെടുക്കണ കണ്ടു കഴിഞ്ഞാൽ, പൊറോട്ട പൈസ കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം നോക്കിക്കും. അവര് പണിയെടുക്കണ കാണുമ്പോൾ ഒരു രസമാണ്. പഠിച്ചിട്ട് ഫുഡ് കഴിക്കാറുണ്ട്, നല്ല രസമല്ലേ. അപ്പൊ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ രസം. ഇപ്പൊ നമ്മള് കാണുന്ന എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അടിപൊളി വേർഷനാണ് കാണുന്നത്. എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ഇതിന്? ഒരു വീഡിയോക്ക് എങ്ങനെ പോലെ ഒരു 3 ദിവസം കഷ്ടപ്പാടുണ്ടാവും. ഒരു വീഡിയോയുടെ പുറകെ 3 ദിവസം കഷ്ടപ്പാടുണ്ട്. കണ്ടന്റ് പ്ലാൻ ചെയ്യാൻ, അതേമാതിരി സാധനം ശരിയാക്കാൻ. ഇതിന്റെ എല്ലാം പുറകെ നിങ്ങൾ 3 പേരും? ചിലപ്പോ 4 പേരുണ്ടാവും. ഫ്രണ്ട്സ് ഉണ്ടാവും. ക്യാമറമാൻ ആരാ കൂട്ടത്തിൽ? വീഡിയോ എടുക്കാറ് ഞാനാണ്. പിന്നെ ഷോർട്സ്, അങ്ങനെ എല്ലാ പരിപാടി. നീ ആങ്കർ, എഡിറ്റിംഗ്, ഓൾ ഇൻ ഓള്. അങ്ങനൊന്നും എല്ലാം പറയല്ലേ. സാറിന്റെ പരിപാടി എന്തുവാ? ഞാൻ കട്ടിങ്ങും ക്ലീനിങ്ങും. അങ്ങനെയല്ല, ഞാൻ രണ്ടാളും കൂടി ആങ്കർ ചെയ്യാ. അവൻ ക്യാമറമാനും. എടാ, എപ്പോഴെങ്കിലും കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? അവന്റെ ഫേസ് എല്ലാവരും കാണുന്നു, അവന് ഫാൻസ് കൂടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നണ്ട. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ 3 പേരാണ് അറിയുന്നത് എല്ലാരും. അപ്പൊ പ്രശ്നമില്ല. ഈ തുടക്കത്തിൽ നിങ്ങൾ ചിന്തിച്ചിരുന്നോ ഇത് ഈ ഒരു ലെവലിൽ എത്തുമെന്ന്? നിങ്ങളുടെ പ്ലാൻ എന്തുവായിരുന്നു? അത് കേൾക്കട്ടെ. പ്ലാനൊന്നുമില്ല. ഇപ്പൊ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കൊടുക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോനെക്കാളും നല്ല വീഡിയോ കൊടുക്കണം. അത് ഗ്യാരണ്ടിയാ. ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലാണെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ടോ അങ്ങനെ സാധനങ്ങളൊന്നും മുന്നിൽ കണ്ടിട്ടല്ല തുടങ്ങിയത്. പൈസയ്ക്കും ഫെയിമിനും വേണ്ടിയിട്ട് വേറെ എന്തോരം പണികൾ ചെയ്യായിരുന്നല്ലേ? അവനെന്താ, പക്ഷെ ഇത് ഇഷ്ടമാ വേറെ കുറെ. അതിലൊരു മാറ്റവും ഇല്ല. ഇപ്പം ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോ എന്തുവായിരുന്നു? ഏതായിരുന്നു? നമ്മള് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തായിരുന്നു. ജംഗിൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ആൽക്കോൾ വെച്ചിട്ട് ഈ അക്വേറിയത്തിൽ മിക്സ് ചെയ്യാം. അക്വേറിയത്തിൽ ഫ്രൂട്ട്സും അതേമാതിരി ലിക്കർ കാര്യങ്ങളില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പടം വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന പരിപാടി. ഒരു കോക്ടെയിൽ ടൈപ്പ്. അത് ഹിറ്റായി. ഹിറ്റ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു നോർമൽ അത്യാവശ്യം വീഡിയോസും കേറാറുണ്ട്. പക്ഷെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കേറാറ് ആ ടൈപ്പ് വീഡിയോസ് ആണ്. ആൾക്കാർക്ക് ഇഷ്ടം അതാണ്. ഒരു 20K വ്യത്യാസമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഫുഡും ലിക്കറും തമ്മിൽ. ടോപ്പ് നിൽക്കണേൽ കേട്ടോ. അതെ. പുറത്തിറങ്ങുമ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയുമോ? ഈ അറിയപ്പെട്ടതിൽ എന്തെങ്കിലും ഓർമ്മകൾ വല്ലതും ഉണ്ടോ പങ്കുവെക്കാൻ? അങ്ങനെയൊന്നുമില്ല. നോർമൽ ആൾക്കാർ ഇന്നേതാ സാധനം എടുത്തിട്ട് പച്ചക്കാണോ നിക്കണേ, അതേമാതിരി ഒരെണ്ണടിക്കല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാം. എടാ, ഞങ്ങളെ പ്രേക്ഷകരെ എല്ലാം അത്ഭുതപ്പെടുത്തിയ കാര്യം നിങ്ങൾ അടിക്കത്തില്ലെന്ന് പറഞ്ഞതാ.
ഭയങ്കര നിന്നെയൊക്കെ കണ്ട അടിക്കുമെന്ന് തോന്നും കേട്ടോ. എനിക്ക് ആ അതെല്ലാവർക്കും തോന്നുന്നുണ്ട്, അതാ പ്രശ്നം. തോന്നുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചുമ്മാ കള്ളത്തരം പറയല്ലേ ഇതൊക്കെ അടിക്കുമെന്ന്? ഞങ്ങൾ അടിക്കില്ല ഇറങ്ങി ആരും വിശ്വസിക്കില്ല, അതല്ല പ്രശ്നം. ആകെ വീഡിയോ പർപ്പസ് മാത്രം. ട്രൈ പോലും ചെയ്തിട്ടില്ല. ഇല്ല, ട്രൈ പോലും ചെയ്യാറ് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആ വീഡിയോയിലെ ക്യാമറ ഓൺ ആയിരിക്കുമ്പോൾ എത്ര കുടിക്കണോ, ഇല്ലാണ്ട് ആ ഗ്ലാസ്സിൽ എത്ര ഉണ്ടോ ആ സാധനം ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് എടുക്കൂല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കൂട്ടത്തിൽ ഇവനാണല്ലോ ആങ്കർ ചെയ്യുന്നതും ഇത് കുടിക്കുന്നതും. അപ്പൊ ഇത് കൂടെ കൂടെ കുടിക്കുമ്പോൾ നിനക്കാണെങ്കിൽ ടെൻഡൻസി തോന്നിയിട്ടുണ്ടോ എന്നാൽ ഇത് സ്ഥിരമാക്കിയേക്കാന്ന് വല്ലോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ കൂടെ തന്നെ ലിറ്റർ കണക്കിന് സാധനം ഒഴുകിപ്പോയിരുന്നു. അപ്പോൾ പിന്നെ കണ്ട് കണ്ട് മടുത്ത് സാധനം, പിന്നെ അതിനോടൊരു കൊതി തോന്നേണ്ട ആവശ്യമില്ല. ഈ ഞാൻ കേട്ടൊരു കാര്യമാ, ആഹാരം ഉണ്ടാക്കുന്നവന് ഉള്ളു കഴിക്കാൻ തോന്നത്തില്ല എന്നുള്ളതാണ്. അതുള്ളതാ. കാരണം പണിയെടുത്ത് ഇതായിരിക്കുമോ, അപ്പൊ പിന്നെ അത് കഴിച്ചാൽ പോകില്ല. ആണോ? നമ്മുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. അവസാനം വീഡിയോന്റെ ലാസ്റ്റ് ഫുൾ ആയിട്ട് കഴിക്കൊന്നും ചെയ്യില്ല. ഈ ബാക്കി വരുന്നൊക്കെ എന്ത് കൊടുക്കൂടെ? ആൾക്കാരല്ലേ വീട്ടിൽ കൊണ്ടുപോകും. ഒരു നമ്മുടെ അവിടുത്തെ ഷോപ്പിൽ കൊടുക്കും. ഷോപ്പിൽ മീൻസ് വിൽക്കാനല്ല, അവിടുത്തെ ഏട്ടന്മാർക്ക് കൊടുക്കും. ഇല്ലാണ്ടെങ്കിൽ അവിടെ നാട്ടിലത്തെ ആൾക്കാരുണ്ടാവും, അവർക്ക് കൊടുക്കും. ഡിപ്പെൻസ് ആൾക്കാർ എവിടെയുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കും. ഒരു കൂട്ടായ്മയാ. പാലക്കാട് ജില്ലയിൽ എവിടാ? നമ്മള് പാലക്കാട് മലപ്പുറം ബോർഡർ. മലപ്പുറം ബോർഡർ. തൂതാന്ന് പറയും, ചെർപ്പളശ്ശേരി തൂത. നിങ്ങൾ 3 പേരുടെ സൗഹൃദം തുടങ്ങുന്നത് എവിടെ വെച്ചാ? പഠിത്താണ്. 5ാം ക്ലാസ് മുതലേ ഒരുമിച്ചാണ് പഠിക്കണേ. അപ്പൊ അവിടുന്ന് മുതലേ ഒരുമിച്ചാണ്. പിന്നെ 10th കഴിഞ്ഞ് +2 ടൈമിലാണ് യൂട്യൂബ് തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ എപ്പോഴും ഒരുമിച്ചാണ്. ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ചാണെങ്കിൽ ഒരുപാട് കൂട്ടുകാർ കാണുമല്ലോ. ഈ പൊഴിഞ്ഞു പോകുന്ന സൗഹൃദങ്ങളാണ് 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11, 12ാം ക്ലാസ്. നിങ്ങൾ പൊഴിയാത്തതിന്റെ കാരണം എന്തുവാ? 10 കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെ വന്നു. +1 ഒരേ സ്കൂളിൽ. 10 ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ +1 ഞങ്ങൾ എല്ലാവരും ഒപ്പായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ പോയി നോക്കുമ്പോ അവൻ അവിടെ ഇരിക്കില്ല. അല്ല, ഇവൻ വേറെ ക്ലാസ്സിലാണെങ്കിലും അതേ സ്കൂളായിരുന്നു. കൂടുതൽ പഠിപ്പിയാരാ? പഠിപ്പിപ്പേ ആണോ? ആ ഫുൾ A+. ഓ എടാ ഭീകരാ. എടാ നിങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്തും ചെയ്യുന്ന സമയത്ത് നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും വേറെ പണിയില്ല നിനക്ക് ഇതൊക്കെ ചെയ്യാൻ, പോയി 4 അക്ഷരം പഠിക്കുക എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ പഠിപ്പ് ഉഴപ്പി നടക്കുന്ന ടീംസ് ഒന്നുമല്ല. ആവശ്യത്തിന് എല്ലാ പരിപാടിയുണ്ട്. ഇവനെന്തോ പറയാനുണ്ട് കേട്ടോ. അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ തുറന്ന് നമ്മളോട് പറയാനുള്ള ധൈര്യം അങ്ങനെ കാണിക്കണം. ഇത്രയും തണ്ടും തടിയും പറ്റോണ്ട് നിങ്ങളൊക്കെ എന്നാ പറയാനാ? വല്ല പണിക്കും പോടാ എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഞാൻ പറയാൻ കാരണം, നിന്നെ കൊണ്ടൊക്കെ യൂട്യൂബ് നടക്കുവോ, ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് പറഞ്ഞവര് റീച്ച് കണ്ടിട്ട് തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ? മാറ്റി പറഞ്ഞിട്ടുണ്ടോ? ഓ, ആ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞേ, ഇങ്ങോട്ട് പൊട്ടിക്കണം അങ്ങോട്ട്. പറയലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ലല്ലോ. നമുക്ക് അത് കൂടെ കേക്ക് അത് കൂടെ വിടുക. ഒരു പ്രാവശ്യം പറഞ്ഞു, അപ്പൊ പിന്നെ നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തീരുമാനം ഞങ്ങളുടെയാ, ഒരു മാറ്റവും ഇല്ല. അതിന്റെ യൂട്യൂബിലൊന്നും കാര്യമില്ലെന്ന് പലരും പറയും. കാരണം അവർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല. വല്ല പണിക്കും പഠിച്ച് ജോലിയാവുക, അതിനനുസരിച്ച് പോവുക. ഇതിലൊന്നും പോയിട്ട് കാര്യമില്ലെന്ന് കുറെ ആൾക്കാർക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇതിലൊരു ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിത് ചെയ്തോണ്ടിരിക്കും. നമുക്ക് തോന്നി നമ്മൾ ചെയ്തു. എടാ നിങ്ങൾ 10ാം ക്ലാസ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെ അകത്ത് വരുമാനമൊക്കെ കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അല്ലെങ്കിൽ ആരുടെയും കണ്ടിട്ട് റോൾ മോഡലായി വന്നതാണോ? വരുമാനത്തിന്റെ കാര്യം കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ബാക്കി വീഡിയോസ് ഇടുക, ആൾക്കാരിലേക്ക് എത്തിക്കുക, ആ ഒരു മൈൻഡ് ഉണ്ടാവും. കുറെ ആൾക്കാർ ഇങ്ങനെ കാണുന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് തുടങ്ങിയതിനു ശേഷമാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മോണിറ്റൈസേഷനും ഫണ്ട് വരുന്ന കാര്യം ഒക്കെ മനസ്സിലാക്കി. എന്തോ ഭാഗ്യത്തിന് മോണിറ്റൈസേഷൻ ആയി, ഫണ്ട് വരാൻ തുടങ്ങി. ഈ വീഡിയോയിലും ഇന്റർവ്യൂവിലും എല്ലാം ഇവൻ ഗൗരവമാണോ? ഒരു നഷ്ടപ്രണയം നിനക്കുണ്ടല്ലേ? അല്ലല്ല, അതിൽ കാര്യമുണ്ട്. കൂട്ടത്തിൽ ഗൗരവമാണ് ഇവൻ. അതോ ആള് ശുദ്ധനാണോ? ഈ മുഖത്തുള്ള എക്സ്പ്രഷനേ ഉള്ളോ? ആ മുഖത്തുള്ള ഞാൻ പൊട്ടനാ, മുഖത്തുള്ള തന്നെ ഉള്ളൂ, എക്സ്പ്രഷനേ ഉള്ളൂ. ഞങ്ങളോട് പുറത്തെങ്ങനെയാടാ? ഇങ്ങനെ തന്നെ നോർമലി വലിയൊന്നുമില്ല. എന്നാലും നിങ്ങളൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തന്നെ ജയിലിൽ വിട്ടല്ലോടാ. കുറച്ചൊക്കെ ഒരു മര്യാദ വേണം കേട്ടോ. ഇങ്ങനൊന്നും ആരോടും കാണിക്കില്ല. ടൂർ പോവല്ലോ, എല്ലാരും കൂടി ഒപ്പം പോവാ. പുറത്ത് 2 ആൾക്കാർ വേണ്ടേ? എടാ ഇപ്പോഴും പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള വലിയൊരു കഥയാണ്. കാരണമുള്ള കാര്യത്തിനാണോ നീ ജയിലിൽ പോയത്? ഞങ്ങളെ കണ്ടു നോക്കുമ്പോ കാരണമൊന്നുമില്ല. കാരണമില്ല. അവരെ കണ്ടു നോക്കുമ്പോ കൊലകുറ്റം ചെയ്തവർ വരെ പോയിട്ട് 2ാം ദിവസം ഇറങ്ങി വരുന്നുണ്ടാണോ? അപ്പൊ ഇതൊക്കെ എന്തുവാ? നമ്മളെ ടാർഗറ്റ് ചെയ്യുമ്പോ അത് ചിലപ്പോ നമുക്ക് കൊള്ളും. ഈ ടാർഗറ്റ് ചെയ്യാനുണ്ടായ കാരണം എന്തുവാ? നിങ്ങളുടെ വളർച്ചയാണോ?
വളരാൻ മാത്രം നേട്ടമായിട്ടില്ല. ചാൻസ് ഉണ്ട്. ആയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല വ്യൂസ് നീ അത് പറയല്ലേ നീ. അല്ല ചിലവർക്ക് കാണുമ്പോ ഒരു കുശുമ്പൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ ആരെങ്കിലും അങ്ങനെ കൊടുത്തതാവും. ഇത് ഫസ്റ്റ് നിന്നിലോട്ട് എത്തുന്നത് എങ്ങനാ? ഏത് ഡയറക്റ്റ് പോലീസ് വരുമായിരുന്നോ? എക്സൈസ് വരുമായിരുന്നു. ആ എക്സൈസ് അതാണ് മിണ്ടായിരിക്കുന്നവൻ പറ. ഓൾറെഡി നമുക്കൊരു കേസ് ഉണ്ട്. മെയ് മാസം ഒരു കേസ് വന്നിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടിങ് ആൽക്കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നു. അപ്പോൾ പിന്നെ അന്ന് ജസ്റ്റ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നീ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞത് ചെയ്യരുത്, ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്ലൈമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിനനുസരിച്ച് ഡിസ്ക്ലൈമറൊക്കെ ഇട്ട് വീഡിയോ ചെയ്തു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേമാതിരി സെർച്ച് വാറണ്ട്, വീടിൻ്റെ സെർച്ച് വാറണ്ടൊക്കെ ഞായറാഴ്ചക്ക് ഇഷ്യൂ ചെയ്ത് വാങ്ങിയിട്ട് ഞായറാഴ്ച വന്ന് വീട് സെർച്ച് ചെയ്ത് അവിടുന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സാധനം ഇട്ട് വെച്ചിരുന്നു. ഈ റമ്മിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്കി വെച്ചിരുന്നു. അത് നമ്മൾ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന സാധനം. അതെന്തിനാന്ന് വെച്ചാൽ കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ പറയും കേക്ക് വേണം, ഞങ്ങൾക്ക് കഴിക്കണം എന്നുണ്ട് പറയും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം സാധനം ഉണ്ടാക്കി. ഒരു 20 കിലോ 25 കിലോ ഇത്രേ ഉള്ളൂ. അത് വരെ നേരെ വന്ന് പിടിച്ചിട്ട് വാഷാണ് പറഞ്ഞ് എഴുതി. അവരുടെ ഭാഷയിലപ്പോൾ വാഷ് എന്നാവും അതിന് പറയണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് തെളിയിക്കാനൊന്നും ഓപ്ഷൻ ഇല്ലായിരുന്നോ? ആരോട് തെളിയിക്കണ്? എവിടെ തെളിയിക്കാൻ? ഞാൻ വിളിച്ചോണ്ട് ഒരു കാര്യമില്ല. നമ്മള് വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയ്യോ വാഷ. പക്ഷെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. ഞങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരും ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മറ്റുള്ളവരും വലിയ റെസ്റ്റോറന്റിലൊക്കെ ഈ പരിപാടി ഉണ്ട്. പക്ഷെ വാഷായപ്പോ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരങ്ങനെ എഴുതി കഴിഞ്ഞാൽ. അങ്ങനെ ആദ്യമായിട്ട് എത്ര വയസ്സിലാ പോന്നേ? 20. 20-ാം വയസ്സിൽ ജയിലിൽ കയറിയ ഭാഗ്യവാൻ. ഓ എങ്ങനെ ഉണ്ടാ ജയിലിൽ പോയിട്ട്? ഊട്ടിക്കാണല്ലോ പോയെന്നെ. ഈ പോന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ചിന്താഗതിയുണ്ട്, എന്തുവാ 3 നേരം ആഹാരം, ഗോതമ്പുണ്ട, ഗോതമ്പുണ്ട. ഇനി ഒന്ന് കഥ പറഞ്ഞേ. ഒന്നുമില്ല, അവര് ജസ്റ്റ് ഞായറാഴ്ച വന്നു. ഞായറാഴ്ച വന്നിട്ട് നമ്മളെ വാറണ്ട് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഇതേമാതിരി കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഫുള്ള് സ്റ്റേഷനിൽ പോസ്റ്റാക്കി. അവിടുന്ന് നേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അവിടുന്ന് നേരെ ജയിലിക്ക്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഒരു 9 ദിവസം ജയിലിൻ്റെ ഉള്ളിൽ, ടോട്ടൽ ഒരു 10 ദിവസം. പുറത്തൊന്നും ഇറങ്ങുന്നില്ല. പുറത്തിറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ സബ് ജയിലാണ്. സബ് ജയിലിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് വിടുന്ന പരിപാടിയില്ല. ഈ ഒരു കൂട്ടിലിട്ട പട്ടീനെ മാതിരി ഓരോരുത്തർ കിടക്കാം, പുറത്തൊരു ക്ലോക്ക് ഉണ്ടാവും, അത് നോക്കിയിരിക്കാം. ഒറ്റയ്ക്കൊരു മുറിയായിരുന്നോ? ഒറ്റയ്ക്കൊരു മുറിയല്ല, 16 പേർക്കൊരു മുറി, അത്ര ഉള്ളു. 16 പേർക്കിടയിലായിരുന്നു. ഈ രാത്രികളും പകലും ഒക്കെ തള്ളി നീക്കിയത് എങ്ങനെ? കണ്ട് നീക്കണം, പണിഷ്മെന്റ് ഇങ്ങനെ പോകണം. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഊണുള്ള 2 ചങ്ക എന്ത് കൊടുക്കുമായിരുന്നു വെളിയില്? വരും ജയിലിന്റെ പുറത്ത് വരും, ചായയും കടയും കഴിക്കും. അതിന്റെ പുറത്തല്ല ചട്ടിപ്പത്തിരി കിട്ടും, ഞങ്ങൾ ഓരോന്ന് കഴിക്കുകയും ഞങ്ങള് പോകും പറഞ്ഞത്. ഈ പുറത്തുനിന്ന് വല്ല കൊണ്ടുതരാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനത്തിരി അങ്ങനത്തെ എന്തെങ്കിലും പറ്റുള്ളൂ. സോപ്പ്, ബ്രഷ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ രാത്രി ജയിലിൽ പോന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ പുലർച്ചെ എഴുന്നേറ്റപ്പം മുതലുള്ള കഥ പറഞ്ഞേ. രാവിലെ നീക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളിമ്പലുണ്ടാവും. 6 മണിക്ക് സാറുമാരടിക്കും. നമ്മുടെ തലയുടെ മേലെ സാധനം അടിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് നെട്ടി നീക്കും. അവിടെ നിന്ന് അപ്പം തന്നെ നീച്ചിട്ട് സെല്ല് എങ്ങനെയാ ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാവരും വരിക്ക് ഇങ്ങനെ ഇരുത്തും. അസംബ്ലി പോലെ, അസംബ്ലി മാതിരി നിലത്തിരുത്തും. എന്നിട്ട് വന്ന് തലയെണ്ണി പോവും. അങ്ങനെ 5 സെല്ലറ്റുണ്ട്. 5 സെല്ലും പോയി ഇൻസ്പെക്ട് ചെയ്തിട്ട് നേരെ തിരിച്ചു വരും. അപ്പോൾ കിച്ചണിൻ്റെ അവിടെ നിന്ന് ഒരാൾ ചായ കൊണ്ട് ഇങ്ങനെ പായും. എന്താ വെച്ചാൽ ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട്, ഇത്ര പേർക്ക് കൊടുക്കണമാണല്ലോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് സാറുമാർക്ക് കൊണ്ടു കൊടുക്കും. എന്നിട്ട് ടെസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 16 ഗ്ലാസ് സെല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ വയ്ക്കും. നമ്മളിങ്ങനെ പുറത്ത് കൈ കൊണ്ട് എടുക്കുക, അത് കുടിക്കുക, അങ്ങനെ തുടങ്ങും. എന്നിട്ട് നേരെ കുറച്ച് നേരം 7 മണിയാകുമ്പോഴേക്കും നമ്മളൊന്ന് പുറത്തേക്ക് വിടും. ഒരു 10 മിനിറ്റ് കുളിക്കാനും പരിപാടി വയ്ക്കുമ്പോൾ കഴിഞ്ഞ് വരിക. ഇനിയിപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് ഒന്നെങ്കിൽ ചപ്പാത്തി ഉണ്ടാവും, ചപ്പാത്തിയും കടലക്കറിയും. കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലയും അതിൻ്റെ വെള്ളം തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. 2 സൈഡ് കിടക്കും. ആനയാടുള്ള വ്യത്യാസമുണ്ട്. ഒന്നെങ്കിൽ അത്, അല്ലാണ്ടെങ്കിൽ കല്ലുള്ള റോമ്പാവ്. ഈ ജയിലിൽ എത്ര വേണമെങ്കിലും ചപ്പാത്തി കഴിക്കാവോ? ഒരു 8-9 കഴിക്കാവോ? കണക്കുണ്ട്. ഒരു 3-4 റേഞ്ച്. 4 ഒരാൾക്ക്.
അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കുന്നു, പിന്നെന്തോ പരിപാടി? പിന്നെ അവിടെ പരിപാടി ഒന്നുമില്ലല്ലോ. പിന്നെ കടന്നുറങ്ങും. എന്നാ രാവിലെ സുഖമാ. നീക്കുക, കിടന്നുറങ്ങുക. ഇല്ല പിന്നെ ക്യാരംസ് ഉണ്ടാവും, ക്യാരംസ് കളിക്കാൻ ഉണ്ടാവും, ചെസ് കളിക്കാൻ ഉണ്ടാവും. പിന്നെ വേറെന്തൊരു സാധനമുണ്ട്, അത് കളിക്കാം, വെറുതെ പുറത്തേക്ക് നോക്കി ഇരിക്കാം. അതിനിടയിൽ കേസുകൾ വിളിക്കുന്നുണ്ടാവും, അതിന് ഓരോരുത്തർ കൊണ്ടുപോകും കൊണ്ടൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉച്ചയാവും, ഉച്ചയ്ക്ക് ചോറ് തരും, എന്നും അവിയലുണ്ടാവും, ഒന്നരാടം മീനുണ്ടാവും. മീനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മത്തിയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു 4 മത്തി 5 മത്തി ഉണ്ടാവും. ഒരാൾക്ക് 5 മത്തി ഒരാൾക്ക്. അതിലാണെന്നുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള ഒരു 1-2 ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര സുഖമാണ്. ഈ ചിക്കനും ബീഫും ഒക്കെ കിട്ടുമോ? മട്ടൻ കിട്ടും. മട്ടൻ എല്ലാ ശനിയാഴ്ചയും കിട്ടും. അതേമാതിരി എല്ലാ ഞായറാഴ്ചയും പബ്ലിക് ഹോളിഡേയിലൊക്കെ നമുക്ക് TV-യിൽ കൊണ്ടിരുത്തിയിട്ട് സിനിമ കാണിക്കും. അതൊക്കെ രസം. അടിപൊളി ജീവിതമായിരുന്നു. അല്ല ഏകദേശം ഡെയിലി ഇരുന്ന പോലെ ഉണ്ടാവില്ലേ? ക്വാറന്റൈൻ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഈ കൂട്ടത്തല്ലും കാര്യങ്ങളൊക്കെ ജയിലിൽ ഉണ്ടായിട്ടുണ്ടോ? സെല്ലിൻ്റെ ഉള്ളൊന്നുമില്ല. കാരണം അറിയാം ഇതിൻ്റെ ഉള്ളിലാണ്, പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണെന്ന് അറിയാം. അപ്പോൾ പിന്നെ മാക്സിമം ഒത്തൊരുമ. ഈ പറയുന്നത്ര സുഖപരിപാടി ഇല്ല. സുഖല്ലല്ലോ അവിടെ. സുഖിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെയാണ് വണ്ടറായി വല്ലതും പറയുന്നേ. അല്ല സുഖിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചോറ് ഇട്ടാൽ തന്നെ പോയി കിടക്കാം, സുഖമാണ്. ആഹാരമൊക്കെ എങ്ങനെ വായി വെച്ച് കൊള്ളാമെന്നാണോ? അത്യാവശ്യം കൊള്ളാം, ജീവിച്ചു കൊള്ള ഫുഡ് അത്യാവശ്യം നല്ല ഫുഡാണ്. ഈ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുമല്ലോ അതിൻ്റെ അകത്ത് പോയിട്ട്. പരിചയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ വർഷം ജയിലിൽ കിടന്ന ആരെങ്കിലും പരിചയപ്പെട്ടായിരുന്നോ? ഒരു 4 കൊല്ലമായിട്ട് കടന്ന ഒരാളുണ്ട്. അയാള് കൊലക്കേസാണ്. അയാളുടെ വിധി ഇപ്പോഴും തീരുമാനമായിട്ടില്ല. 3 കൊല്ലം 4 കൊല്ലമായി. അപ്പൊ എല്ലാരും പരിചയപ്പെട്ടാ വന്നേ? പറച്ചാകെ 10 ദിവസം ഇവിടെ തന്നെയല്ലേ ഇരിക്കണേ. എടീ ഇവ ക്ഷീണിച്ചായിരുന്നോടാ വന്നിട്ട്? വെയിലൊന്നും കൊള്ളാത്തോണ്ടേ നല്ല വെളുത്ത് തുടുത്തിട്ടാണ്. വീട്ടിലൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇത് അറിഞ്ഞപ്പോ? 10 ദിവസം മാറുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതല്ലാതെ പ്രശ്നമില്ലായിരുന്നു. അല്ല ഞങ്ങൾ എല്ലാ ദിവസവും പോകും. നീ പോകുന്ന വടയും ചായ കഴിക്കാല്ല, ഇങ്ങനൊന്നും നീ ആരോടും ചെയ്യില്ലടാ. വടയും ചായ കഴിക്കാറിങ്ങി ഇവരെ കാണും ചെറുതായിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും. എല്ലാ ദിവസവും പോയി കാണായിരുന്നു. പിന്നെ വക്കീലിനെ കാണണം ഡെയിലി. അങ്ങനെ നമ്മൾ പിന്നെ വരുന്നത് പരിപാടി നിർത്തുമായിരുന്നു, അടി തുടരുമായിരുന്നു? പരിപാടി കുപ്പി നിർത്തി. കുപ്പി തൊട്ടിട്ടില്ല കേരളത്തിൽ നീ കുപ്പി കാണിച്ചൊരു വീഡിയോ ഇല്ല. വീഡിയോ ഇല്ല. കേരളത്തിൽ നല്ല പുറത്തു പോയി കാണിക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല, അത് കേട്ടിട്ടില്ല. അങ്ങനെ കുപ്പി കാണിക്കാൻ പാടില്ല. ഇപ്പൊ അത് കുപ്പിയെ കാണിക്കാൻ പാടില്ല എന്നാണ് നിയമം എന്ന് പറഞ്ഞത്. ഈ തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വല്ല ഉപദേശം തന്നോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവര് ഉപദേശിക്കല്ലോ, അവര് പറയും ഇനി ഇങ്ങനത്തൊന്നും വേണ്ട പറയും. മദ്യപാനൊന്നും ഇനി വേണ്ട, ഇനി ഞങ്ങളൊപ്പം പോരുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ മദ്യനിരോധനത്തിനുള്ള മറ്റേ സ്കൂളിൽ പോയിട്ട് വൽക്കരണത്തിന്റെ ക്ലാസ് ഉണ്ടല്ലോ, ഈ ബോധവൽക്കരണ ക്ലാസ്, ആ സാധനത്തിനൊക്കെ ഒപ്പം പോരാന്നൊക്കെ പറഞ്ഞതാണ് എക്സൈസുകാർ. അതേമാതിരി ജയിലിനെ കുറിച്ച് നല്ലൊരു വീഡിയോ ഒക്കെ ഉണ്ട് പറഞ്ഞു സൂപ്പറുണ്ട്, കേക്കണ്ട. ഞാൻ കേട്ടൊരു കാര്യം, കൂടെ നിന്ന് ചതിച്ചില്ല ഇവനല്ലേ, ഒറ്റയ്ക്ക് പോയിട്ട് വന്നു. എല്ലാരും കൂടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ 10 ദിവസം കൊണ്ട് പുറത്തിറങ്ങാനൊന്നും ഉണ്ടാവില്ല. പുറത്തിറക്കാൻ ആള് വേണ്ടേ? ഇവൻ ജയിലിൽ പോകുന്നതിന് മുമ്പും ജയിലിൽ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോടാ? സ്വഭാവത്തിലാണെങ്കിലും ശരീരത്തിൽ ഉറപ്പായിട്ട് മാറ്റം ഉണ്ടല്ലോ. 8ഉം 10ഉം ചപ്പാത്തി ഒക്കെ തിന്നിട്ട് എങ്ങനെ മാറ്റം വരായിരിക്കും? സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല, നന്നായിട്ടൊന്നുമില്ല, പഴയ പോലെ തന്നെ. പഴയ പോലെ തന്നെ. ചെയ്തത് തെറ്റാന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അല്ല ഞങ്ങളുടെ വ്യൂ പോയിന്റ് കേട്ടോ, ഞങ്ങളുടെ വ്യൂ പോയിന്റ് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിയമപാലകരും കോടതികളൊന്നും ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല? ഞങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമല്ല, അവര് നമ്മളെ കൊടുക്കണം എന്നുള്ളൊരു മൈൻഡില് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതാണ്. കാരണം അവരുടെ അടുത്ത് പവർ. ഉദ്യോഗസ്ഥര് കൊടുക്കണമെന്ന് വിചാരിച്ചാ കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. എക്സാമ്പിൾ ഇഷ്ടം പോലെ അല്ലേ മുന്നിൽ കൂടെ കടന്ന് കളിക്കുന്നത്. ഒരു സംശയമില്ല അതിനകത്ത്. എന്തറിയോ, ഒന്നാമത് നമ്മുടെ നാട്ടില് ഇനി അവരുടെ മേത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫുള്ള് ഒറ്റക്കെട്ട. അവരുടെ സൈഡിലേക്ക് ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അബ്കാരി കേസാണ്. അബ്കാരി കേസ് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വകുപ്പാണ്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ അവരൊറ്റക്കെട്ട. ഇപ്പം എന്താ വാറ്റ സമ്മതിക്കാത്തത്? നല്ല വാറ്റ് കിട്ടാണ്ടല്ല, വാറ്റ് കുടിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സാധനം പോവില്ല. അപ്പോൾ സർക്കാരിന് പൈസ തരില്ല.
കേരളം നിൽക്കണത് എന്തുകൊണ്ടാ? മദ്യം കൊണ്ടാ. ഇത് തുറന്നു പറയുന്നത് നിനക്ക് പേടിയില്ലേ? എന്താ എല്ലാവർക്കും അറിയണ കാര്യമാണ്. കഴിഞ്ഞ ഓണത്തിനൊക്കെ എത്ര കോടിയാണ്? 700 കോടിയോ? 2 ദിവസം 3 ദിവസം കൊണ്ടോ? ഇല്ല 10 ദിവസം കൊണ്ടോ? എന്തിനാ പേടിക്കണേ? അത് അവരെ പുറത്തോടനല്ലേ അത് നമ്മളത് പറയണത്. അവര് പുറത്തുള്ള ആ നടക്കാണ്. 700 കോടി ഒന്നും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കുടിക്കണവരല്ല. കുടിച്ചിട്ടൊന്നല്ല. ഞങ്ങള് ഇതൊക്കെ video ഓൾറെഡി നടക്കുന്ന കച്ചവടമാണ് ഇവിടെ. കുടിയന്മാർക്ക് നമ്മളെ അറിയുമെന്ന് തന്നെ ആവും. അത് പിന്നെ നിന്നെ അറിയാതെ കുടിയന്മാരാരെന്ന് അറിയാവോ? ഞങ്ങളുടെ അടുത്തോടത്തിൽ അടിച്ച് ഒരു പുള്ളി അടിച്ചു വരുത്തിട്ട് അവരെ എനിക്ക് അറിയാവുന്ന. അല്ല, നിങ്ങൾക്ക് അറിയില്ലേ? ആർക്ക്? നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയത്തില്ല. ഒന്നാമത് അങ്ങനെയല്ല, പച്ചവെള്ളം കണ്ടിട്ട്, പച്ചവെള്ളം കുടിക്കാൻ വീഡിയോ കണ്ടിട്ട്. എടാ എനിക്കിപ്പോഴും ഇവനോടൊരു സഹതാപവും വിഷമമുള്ളതെന്ന് അറിയാവോ? ഈ 2 അടിക്കുന്നവനാണേ ഓക്കെ, ഇത് ഒരു ലഹരി പരിപാടി ഇല്ലാത്ത നിന്നെ പിടിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമോ? അത് ജയിലിൽ കിടക്കുന്ന എല്ലാവരും കുറ്റം ചെയ്തവരല്ല. അതെ. കാരണം എല്ലാവരും ഈ പീഡിപ്പിച്ചിട്ടും അതേമാതിരി പിടിച്ചു പറിച്ചിട്ടും മോഷ്ടിച്ചിട്ടും ഒന്നുമില്ല. അതിൽ നിരപരാധികൾ എൻ്റെ അറിവിൽ തന്നെ എൻ്റെ ഒപ്പം കടന്നവരനുണ്ട് ഇഷ്ടംമാതിരി. ഒരു പാവം ചെക്ക് കേസിലൊക്കെ വെറുതെ കുടുങ്ങി കിടക്കുക. ആ ചങ്ങായി ഒരു 6-7 ദിവസം കടന്നു വെറുതെ, ഒരു പ്രശ്നവുമില്ല. കുറെ അനുഭവങ്ങൾ കിട്ടി ജയിലിൽ പോയല്ലേ? കുറച്ച് അധികം കിട്ടി. അതിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി ജീവിതത്തിൽ? മാറ്റം വരുത്താനൊന്നുമില്ല. അതവിടെ ഇതിവിടെ അത് വെച്ചിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാവും. ഫസ്റ്റ് അടിയിൽ നിന്ന് തുടങ്ങുമ്പോൾ ആദ്യ വീഡിയോ ഏതായിരുന്നു? ആദ്യ വീഡിയോ 3 വർഷം മുമ്പ്. മറ്റേ പെപ്സി കുടിക്കത്തില്ലടാ, ആ ഫസ്റ്റ് പെപ്സി കുടി എപ്പോഴായിരുന്നു? പെപ്സി ഞങ്ങൾ കുപ്പി ഉപേക്ഷിച്ചപ്പോ പെപ്സി ആണോ മെറിൻഡയാണോ കൊക്കക്കോളയാണോ ഇഷ്ടം? ഏതാ കുടിക്കാറ്? ഞങ്ങൾക്ക് 3 ഇഷ്ടം ഇറങ്ങില്ല. എനിക്ക് ലൈറ്റ് വെച്ച് ഇഷ്ടം. ലൈറ്റ് പെപ്സി. ഈ ലൈറ്റ് പെപ്സിക്ക് അത് ബൂസ്റ്റ് ഒഴിച്ചു കുടിക്കുന്നത് നല്ലതാണോ? അത് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടില്ല. ചിലർക്ക് വയറിന് പ്രശ്നം വരും. വയറിന് പ്രശ്നം വരാനും മാത്രമൊന്നും ഇല്ല. ഏടാ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉപകരണ വസ്തുവായി ഇവൻ അല്ലേ? ഇവൻ കുടിച്ച് എന്തെങ്കിലും പണി കിട്ടിയ പണിയാ. ഇവന്മാർക്ക് ഇച്ചിരി കൊടുക്കത്തില്ല. ബാക്കി വെക്കില്ലല്ലോ, അവൻ ഫുള്ള് കുടിക്കും. ഒരു ഗ്ലാസ് ഉണ്ടാക്കുള്ളൂ, ആ ഗ്ലാസ് മൊത്തം കുടിക്കും. ബാക്കി മിച്ചം വരുന്നത് എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഇഷ്ടപ്പെടാത്ത സാധനമാണെങ്കിൽ ആ ഗ്ലാസ് അങ്ങനെ തന്നെ തൂത്തോളയും ചെയ്യും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണമാണ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. നമ്മൾ ഉണ്ടാക്കിയതല്ലേ, നമുക്ക് പറയാലോ. അത് എല്ലാവരും ഒന്നും പറയത്തില്ല. അത് സ്പിരിറ്റ് അടിച്ചിട്ട് തട്ടിപ്പോയിട്ടാണ് ഞാൻ പിന്നെയും ജയിലിൽ പോവാൻ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നീ ഇത് അടിച്ചിട്ട് വയറിന് അസുഖമോ? ഇല്ലല്ല, നമുക്ക് ഫസ്റ്റ് സിപ്പ് അടിക്കുമ്പോൾ തന്നെ അറിയാം നന്നല്ലാന്ന്. നല്ല ടേസ്റ്റ് വൈസ് ഓക്കെ അല്ലേന്ന് അറിയാം. എടാ കുടിക്കാത്ത ഒരുത്തിന് അത്രയൊക്കെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിന്റെ പിന്നിൽ ഒരു വലിയ കഥയില്ലേടാ. അതാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തത്. ഒറ്റ സിപ്പി അറിയാം നീ പോകും. എടാ നീ പറഞ്ഞേ ഒറ്റ സിപ്പി രുചി അറിയണമെങ്കിൽ ഒന്ന് ഇവന്റെ പഴയ ജന്മത്തിൽ ഇവൻ മുതുകുടിയനായിരുന്നു കാണും. എന്തു അതിന്റെ കഥ? അല്ല, ഓരോന്ന് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഈ ഒരു മാക്സിമം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക സാധനം. ഇപ്പൊ ഈ റമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇല്ല വൈറ്റ് റമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കും. ഇങ്ങനത്തെ വേണ്ടാത്ത സാധനം കയറി കഴിഞ്ഞാൽ കഴിക്കും. അങ്ങനെ ഓരോന്ന് മൈന്യൂട്ടായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഈ 7-ഉം പെപ്സിയും ഒക്കെ മിക്സ് ചെയ്യുന്ന ടൈമിലെ ഏറ്റവും അടിപൊളിയാണെന്ന് നിനക്ക് ഫീൽ ചെയ്തത് ടേസ്റ്റില്? ജീരസോട വെച്ചിട്ട് സാധനം ചെയ്തു. ജീരക സോഡ ആ ടോപ്പ് സാധനം. ജീരക സോഡ എന്തായിരുന്നു? ഗോൾഡൻ ഫിസ് ചെയ്ത് ഗോൾഡൻ ഫിസ് വെച്ചിട്ട് ഒരു സാധനം ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നോ? ടോപ്പാണ്. വീഡിയോ ഒക്കെ എത്ര ടേക്ക് എടുക്കും ശരിയാവണമെങ്കിൽ? ഇപ്പത്തെ ഈ ഡ്രിങ്ക്സിന്റെ ക്വാളിറ്റി മിക്സിംഗ് ഒക്കെ ഒറ്റ ഷോട്ട് തന്നെ ഉള്ളൂ. അതെനിക്കറിയാം, ഇവൻ ഒറ്റ ചോട്ടി അടിക്കും. അത് വേറെ കേസാ. അത് ചെറിയ ഷോർട്സ്. വലിയ വീഡിയോ ചിലപ്പോ അത് പറയാൻ പറ്റില്ല. ചെറിയ ഷോട്ടുകളൊക്കെ 2-3 ടേക്ക് എടുക്കും. ഈ ഫുഡിൽ നിന്ന് മാറി 7-up കൂടിയിലോട്ട് വരാൻ ഉണ്ടായ കാരണം എന്തുവാ? മാറിയിട്ടില്ല. എന്നാലും നിങ്ങളുടെ രണ്ടും എടുത്തു നോക്കുമ്പം ടോപ്പ് 7-up-ലാണല്ലോ. ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കുന്ന അതിലാണ്. ഫുഡ് ഞങ്ങൾ ഓർഡർ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആൾക്കാർ അതിൽ തിരിച്ചറിയുന്നില്ല. അത് ഞങ്ങളുടെ കുഴപ്പമില്ല. അതിലൂടെ തിരിച്ചറിയാൻ കാരണം എന്താണെന്ന് ചോദിച്ചേ? ആൾക്കാർക്ക് 7-up പെപ്സി ഇഷ്ടം. അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. ഈ ബാറ് പോയി കഴിഞ്ഞാലേ വെറുതെ കിട്ടുന്ന ടച്ചിങ്സ് അവരങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. സാധനം മാത്രം. ഞങ്ങളുടെ ഫുഡ് അങ്ങനെയാണ്. ഫുഡ് ടച്ചിങ്സ് ആണ്. ഈ ആരെങ്കിലും സബ്സ്ക്രൈബർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ ചേട്ടാ ഇതിങ്ങനെ ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓർമ്മയൊന്നൊരു ഇത് കാര്യം പറഞ്ഞേ? ഒരു ആർമിക്കാരനും ഒരു നേവിക്കാരനൊക്കെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് സാധനം ഇരിക്കുന്നുണ്ട്, എന്താ മിക്സ് ചെയ്യണ്ടത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട്
കയ്യിൽ കൊണ്ടുവന്നു മിക്സ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട്. ഓ ഭാഗ്യവാനേ, ഞാൻ അടിക്കത്തില്ല, ഞാൻ പറയുവാ. പിന്നെന്താ, ബാക്കിയുള്ളവർക്ക് മിക്സ് ചെയ്തൊക്കെ നല്ല രസമാണല്ലോ. അല്ല കുഴപ്പമില്ല, അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സാധനം കൊടുക്കും. നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു മാസ്റ്റർ പീസ് സാധനം ഉണ്ടല്ലേ, ഗ്ലാസ് വരുന്നു, കപ്പ് വരുന്നു, പിന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട്, എന്തോ നീ പറ. ലാസ്റ്റ് എന്താ പോരിയും പറയും, മിക്സ് ചെയ്യാൻ പോരും. ഈ പോരെയും വിളിച്ചാ പോലീസുകാർ വന്നത്. ഈ അവര് പോന്നു, അവര് കൂടെ പോന്നു വിളിച്ചപ്പോ. അപ്പം അവര് വിളിച്ചപ്പോ ഇവരും പോയി. മൊത്തത്തിൽ 3 പേരെ നാടൻ വ്ളോഗേഴ്സ് എന്ന് അറിയപ്പെടുന്നു. നിങ്ങളുടെ യഥാർത്ഥ പേര് ഇവിടുന്ന് തുടങ്ങാം. ജയപ്രകാശ്, അക്ഷജ്, ശ്രീരാഗ്. ജയപ്രകാശ്, അക്ഷജ്, ശ്രീരാഗ്. ഈ 3 പേർക്കും എൻ്റെ പേര് അറിയപ്പെടണം, എൻ്റെ പേര് ഫേമസ് ആകണം എന്ന ചിന്ത മാറി നാടൻ വ്ളോഗ് അറിയപ്പെടണമെന്ന് തോന്നാൻ കാരണം എന്തുവാ? ഒന്നാമത് ഞങ്ങളുടെ ആരുടെയും പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് റിവീൽ ചെയ്യുവാണോ? അല്ല, ന്യൂസുകാരെ എപ്പോഴും റിവീൽ ചെയ്തു. നിന്റെ പണ്ടേ റിവീൽ ചെയ്താണോ? ഞങ്ങള് വീഡിയോസില് ഞങ്ങളുടേതായ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ല ഞങ്ങളുടെ വീഡിയോസില്. പിന്നെ ഞങ്ങളെ ഒരു ടീമാണ്, അത്രേ ഉള്ളൂ. ഏതോ തെണ്ടി വരുന്നു, എന്തോ പറയണോ, പോണു, അത്രേ ഉള്ളൂ. ഒരിക്കലും അല്ല. നിന്റെ മിക്സിങ് കാണുമ്പോ ഇന്ന് കേരള ജനത ഒന്നാകെ കൈയടക്കി. ഈ എനിക്ക് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മിക്സിങ് നോക്കിയാലോ. അമ്പാനെ സാധനം വിട്, കൊക്കക്കോള പെപ്സി കൊണ്ടുവരൂ. ഒരു ഇന്റർവ്യൂവിലും ആരും ഇതുവരെ പച്ചവെള്ളവും മിന്റും കൂടെ മിക്സ് ചെയ്ത് കുടിച്ചിട്ടില്ല. അത് മിക്സ് ചെയ്ത് കുടിക്കാൻ ഒരേ ഒരു ടീമിനെ പറ്റത്തുള്ളൂ. നാടൻ വ്ളോഗ്സ് നമസ്കാരം. എന്നാ പിടി പാഷൻ ഫ്രൂട്ടിൻ്റെ സാധനം വിളിക്കട്ടെ, തുടങ്ങല്ലേ. അപ്പോൾ നമ്മൾ നാടൻ വ്ളോഗേഴ്സ് നല്ല പച്ചവെള്ളവും പാഷൻ ഫ്രൂട്ടും അതേമാതിരി മിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സാധനം വെച്ചിട്ട് ചെറിയ മിക്സ് അടിക്കാൻ പോകും നോക്കല്ലേ. ഇത് ഗ്രീൻ ആപ്പിളാണ്, സാധാ പച്ചവെള്ളമല്ലേ? സാധാ പച്ചവെള്ളം. ആപ്പിൾ ആദ്യം ആരോ ഇട്ടുണ്ടോ? എന്നാ അതിൻ്റെ മണമുണ്ട്, ശരിയാവില്ല. കുപ്പി കഴിക്കിട്ടില്ല, അത് ഇച്ചിരി കൂടുതലല്ലേ? അല്ല, വെള്ളം ആരോഗ്യത്തിന് നല്ലതാണല്ലോ അല്ലേ? മൂത്രത്തിക്കല്ലൊക്കെ മാറ്റാനും നല്ലതാണ്. വെള്ളം കുടിക്കണം, മഴക്കാലാണ്. അതിന് വളരെ കുറച്ച് കുടിക്കാൻ പാടും. ഇനി ഇവിടെ വെച്ചാലോ? അല്ലല്ല, അവിടെ വെച്ചു. പച്ചവെള്ളം ഒരിക്കലും നല്ലതാ. നിനക്ക് ഇച്ചിരി കല്ല് കൂടുതൽ എടുത്ത് കൂടി. എനിക്ക് വേണ്ട. മിന്റ് അതവന്റെ മാസ്റ്റർ പീസ് സാധനം. അല്ല, മിന്റിന്റെ ഫ്ലേവർ കിട്ടുന്നുണ്ടെങ്കിൽ അടിച്ചിടണം, നല്ല സാധനം ഉണ്ടാവുള്ളൂ. അല്ലെ വെറുതെ ഇലട്ടിട്ട് കാര്യമില്ല, അതിന്റെ ഒരു സാധനം വരൂല. നല്ലതുണ്ട്. ഇരുന്നോട്ടെ, കണ്ടിട്ട് പഞ്ചസാര പ്രിയനാണ്. പഞ്ചസാര ലേശം കൂടുതലാ. ഇളക്കി വിട്ടാ അങ്ങനെ മിക്സ് ആയിക്കോളും. നോക്കിയാലോ? നോക്കാം. ഞാനല്ല ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയൂ, നോക്കിയിട്ട് അറിയില്ലേ. അപ്പൊ നാടൻ വ്ളോഗ്സ് സ്നേഹത്തോടെ തരുന്ന പച്ചവെള്ളം, മിന്റ്. ആ സാധനം മാറി, അത് ഗ്രീൻ ആപ്പിളെ പോയി. അപ്പൊ ആശാൻ തന്നെ എടുത്ത് തരുന്നു. നല്ലതാണ്. ഒരാളും കൂടി വെള്ളം കുടിപ്പിച്ചു. ഈ ഇല മാറ്റുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുറെ സോഡ ആണോ? അയ്യോ, പച്ചവെള്ളം കുടിക്കാൻ എത്ര പേടിയാണ്. സാധാ കുലുക്കിക്കട ചെന്നാ കിട്ടുന്ന പാഷൻ ഫ്രൂട്ട് സോഡ. ഈ സർബത്തിന്റെ പേരെന്തുവാ? പേരിടാൻ ടൈം കിട്ടാറില്ല സാധാരണ, അതിന് മുന്നടിച്ച് തീരും. നീ ഇങ്ങനെ കിട്ടിയാൽ ഫുള്ള് കുടിക്കുമോ അതോ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് വെക്കുവോ? ഇങ്ങനെ ഒരു ഗ്ലാസ് കിട്ടിയാല് ടേസ്റ്റിനനുസരിച്ച് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഞാൻ കുടിക്കും, അല്ലാണെങ്കിൽ ഞാൻ അവിടെ വയ്ക്കും. അപ്പൊ ഞാനിത് ഒറ്റ വലിക്ക് കുടിക്കണോ അതോ എന്തുവാ നിന്റെ കയ്യില്? ഒറ്റ വലിക്ക് കുടിക്കാണെങ്കിൽ വേണ്ടത് അതാണ് നിനക്ക് വേണ്ടത്. അതെ, അങ്ങനെ നിനക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കും. കാരണം ചങ്ങന്ന് വെള്ളം ഇറങ്ങി പോണ്ടേ, സമയം എടുക്കും. പച്ചവെള്ളം കുടിക്കാനാണ് ഇത്ര എക്സ്പീരിയൻസ്. ഒരുമിച്ച് പോവാ, നീ തയ്പ്പിച്ചു വെച്ചോ. ഓക്കെ, സോഡ
ഇനി പറയും. അയ്യോ സൂപ്പർ സാധനം. ഇത് കുളിരൊക്കെ കോരുന്നല്ല പോലെ കണ്ടോ. ഇങ്ങനെ ജീവിതത്തിൽ കിട്ടുമോ വെള്ളം? പേരെന്താണെന്ന്? അജിൻ. ഓക്കെ. അതിലൊരു ക്ലാരിഫിക്കേഷൻ എപ്പോഴും വേണം. അതാണ്. ഒരാളൊന്ന് പേര് ചോദിച്ചാൽ പറയാൻ പറ്റണം. അതെ. ആരാ കണ്ണിനെത്തി? സെറ്റാ കേട്ടോ. കലങ്ങി, കണ്ണ് കലങ്ങി. കലങ്ങിയില്ല, കലങ്ങി. ശരിക്കും കൊള്ളാം. ഇത് കുടിക്കുമ്പോൾ ഈ പച്ചവെള്ളം യമുനാ നദിയിൽ നിന്ന് വന്നാന്ന് തോന്നി. ഇങ്ങനെ ഒരു ഇറക്കമുണ്ട്. ഒരെണ്ണോടും കഴിഞ്ഞാൽ യമുന കാവേരിയാവും. പെടലും. അങ്ങനെ അടിപൊളി മിക്സിങ് ആയിരുന്നു കേട്ടോ നിങ്ങൾ നാടൻ വ്ളോഗേഴ്സ് നമുക്ക് തന്നത്. എടാ ഇങ്ങനെ ഓരോ മിക്സ് ചെയ്യുന്ന സമയത്തും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മിക്സിങ് ആയിരുന്നു ചെയ്തത്. ഇത് നീ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണോ? അവിടെ ഇമാറ് ഹെൽപ്പ് ഉണ്ടോ? ഞങ്ങൾ 3 നാളും കൂടി ഇരുന്നിട്ട് തീരുമാനിക്കും. ചെയ്തതിൽ ഏറ്റവും ഫ്ലോപ്പ് ആയിപ്പോയ മിക്സിങ് ഏതാ? വെറും വായി വെച്ച് കൊള്ളാൻ പറ്റാത്ത മിക്സിങ്. അത് ബ്ലൂബെറിയുടെ അല്ലേ? ബ്ലൂബെറി അല്ല, മറ്റേ പാലും കുങ്കുമപ്പൂവും ചെമ്പരത്തി സ്ക്വാഷോ. അത് കുങ്കുമപ്പൂ സാഫ്രോൺ. പാലും കുങ്കുമപ്പൂവും അതേമാതിരി ഒരു കുറച്ച് തേയിലപ്പൊടിയും കൂടെ തീടത്തില്ലായിരുന്നോടാ. അതാണ് കാട്രായി സാധനം. വൺ ഫ്ലോപ്പ് ആയിരുന്നു. ഈ മിക്സിങ് അല്ലാതെ വേറെ ഏറ്റവും ടോപ്പ് മിക്സിങ് ഏതുണ്ട്? മറ്റേ ഡ്രില്ലടിക്കുന്നതാണോ? ഓ അതൊരൊന്നും നീ ഭയങ്കര അടിയത്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ സാധനം വെള്ളം അടിയുന്നുള്ളൂ. പുറത്ത് ഈ സാധനത്തിൽ ഒരു കലയാണ്. അതൊരു കലയല്ലേ? രാജ്യത്തിന്റെ പുറത്ത് ഈ സാധനം കലയാണ്. അതിന് ബാർട്ടൻഡിങ് കോഴ്സ് പറഞ്ഞിട്ട് സാധനം തന്നെ. ഇതല്ല പറയണത്, അതിന് മുന്നത്തെ പറഞ്ഞത്. എടാ ഇവൻ പണ്ടത്തെ ഇത് വെള്ളത്തെ ആണോ ഇങ്ങനെ പറയുന്നത്? വെള്ളമല്ലേ ഇത്? എടാ ഈ കഴിഞ്ഞ വട്ടം ആവുമ്പോ ഈ വട്ടം നീ പോ 10 ദിവസം കിടക്കും. പിന്നെ ആഹാ വെള്ളമാണെന്ന് നമുക്കറിയാം. ഇത് ഞാൻ അഭിനയിച്ചതാണെന്നും നമുക്കറിയാം ഉറപ്പായിട്ടും. ശരിക്കും കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഞാൻ അടിച്ചങ്ങ് ഇതായി ഇതിൻ്റെ അകത്ത് കള്ള ഒഴിച്ചെന്ന്. വെറും വിഡിത്തരമാണ്. ഞാൻ വെറും വെള്ളം കുടിച്ചു, ഇത് അഭിനയം മാത്രമായിരുന്നു. അല്ല നമ്മളിത് ചെയ്യാൻ തന്നെ കാരണം ആളുകൾ മനസ്സിലാക്കണം അല്ലേ? കാരണം നിങ്ങളുടെ കണ്ണു തന്നെ കാണുമ്പം അടിച്ചു പെരുത്ത് നടക്കുവാന്ന് പറയും. അതുകൊണ്ട് ഞാൻ വെറും ഒരു സാമ്പിൾ പ്രാങ്ക് നടത്തിയതാ. കൈയടിക്കുക ശരിക്കും. അല്ലടാ ശരിക്കും. കാരണം ഇത് അടിക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്തോ വലിയ സംഭവമാണ്. ഒന്നുമല്ല. മദ്യപാനം ആരോഗ്യത്തിന് എപ്പോഴും ഹാനികരം തന്നെ അല്ലേ? നിർത്തി. അപ്പൊ നീ കുടിക്കുമായിരുന്നു നീ. എടാ നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഏത് സമയത്താ? രാവിലെ 9 മണി വരെ അപ്പാ, രാത്രി 12 മണി വരെ. ഞാനിന്ന് ഈ ഉറങ്ങാൻ മാത്രമേ വീട്ടിൽ പോകുള്ളൂ. അതുവരെ 3 പേര് ഒരുമിച്ചാ. ഇനി മുന്നോട്ടുള്ള എന്ത് വെറൈറ്റീസ് ചെയ്യണം എന്ന് ആഗ്രഹം? നല്ല സാധനം വരാണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി വരാം അല്ലേ? അതുകൊണ്ട് അയ്യോ നീ വരല്ലേ ഇനിയും. ഞങ്ങള് മാത്രമേ വരാം. ഇത് സാമ്പിൾ സാധനമാ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ലാഭത്തെക്കാൾ കൂടുതൽ നഷ്ടങ്ങളല്ലേ സംഭവിക്കുന്നത്? ഏതൊരു പരിപാടി ലാഭം മാത്രം നോക്കി ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. ലാഭം നോക്കിയാൽ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ആദ്യം മേടിച്ച കാര്യം എന്തുവാ? പൈസ വരും, ഞങ്ങൾ ഹോട്ടലിൽ പോകും, തിന്നും, പിന്നെ പോകും ഹോട്ടലിൽ പോകും. അടുത്ത വീഡിയോ അന്നൊക്കെ ഫസ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കുപ്പി വാങ്ങാൻ ടൈം ആണെന്നുണ്ടെങ്കിൽ ആ പൈസയും പിന്നെ കൂടെ 2 ലക്ഷം കൂടെ കൂട്ടിട്ടാണ് കുപ്പി വാങ്ങാൻ. അത് 8-10 ലിറ്റർ സാധനം എടുക്കണേ. ഇപ്പൊ ഇല്ല. എടാ ഇനി തുടർന്ന് നിങ്ങൾ എന്തോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അല്ല ഇങ്ങനെ യൂട്യൂബായിട്ട് തന്നെ 3 പേര് ഒരുമിച്ച് പോകാനാണോ? ഇപ്പൊ എന്താ അറിയോ, പഠിച്ചാലും മൂഞ്ചും പഠിച്ചില്ലേലും മൂഞ്ചും. അപ്പൊ പിന്നെ ആ പൈസയും സമയവും നമ്മള് ലാഭാക്കിയിട്ട് വേറെ തണ്ടാലും പോയി കഴിഞ്ഞാൽ കാര്യമാണ്. എന്നാൽ ഇതിന്റെ പുറകെ നടക്കുമ്പോൾ നിങ്ങൾ 3-ൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല, ഞാൻ എന്നാ മാറിയേക്കാം? ഉള്ള സത്യം പറയണം കേട്ടോ. ഉള്ള സത്യം എന്താ അറിയോ, 21 വയസ്സായിട്ടുള്ളൂ. അത് തോന്നുള്ള പ്രായമായിട്ടില്ല. നിന്നെ കണ്ടാ പറയത്തില്ല കേട്ടോ, നിന്റെ ഇരിപ്പ് കണ്ടോ അയ്യോ 30. എടാ നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഒക്കെ കണ്ണ് കണ്ട അറിയാം വെടിച്ചിലിന് അടിക്കാരാന്ന്? അടി മീൻസ് അവന് പണ്ടുണ്ട്. ഞങ്ങളെന്താ അറിയോ, ഞങ്ങള് വെള്ളുവനാട്ടുകാരാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളുവനാടൻ നാട്ടുകാരാ. ആ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂര സീസണാണ്. ഒരു ഡിസംബർ തൊട്ടിട്ട് അടുത്ത കൊല്ലം ഒരു മാർച്ച് ഏപ്രിൽ മെയ് വരെ പൂര സീസണാണ്. ഞങ്ങളെ കാണാത്തൊരു പൂരം ഉണ്ടാവൂല. എല്ലാ പൂരം
ഈ പൂരത്തിന് അവിടെ ഇവിടെ മുന്നിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് തല പൊക്കൂ, ആ തല പൊക്കുമ്പോൾ ചോദിക്കും ഇങ്ങള് മറ്റതല്ലേ, ഇങ്ങള് അടിച്ചിട്ടില്ലേ? പക്ഷെ പുറത്തുനിന്ന് ഒരാൾ പോലും കള്ളുപിടിച്ച് കണ്ടിട്ടുണ്ടാവില്ല. സാധനം കിട്ടാത്തോണ്ടല്ലേ. എടാ, നിങ്ങൾക്ക് ഈ 3 പേർക്ക് ഒരു ബോണ്ടിങ് ഉണ്ട്, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ ഒരു കൂട്ടിച്ചേരലില് ഈ ഒരു ബോണ്ടിങ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ബിസിനസ്, ഒരു ഹോട്ടൽ തുടങ്ങണമെന്നും ആഗ്രഹമില്ലേ? നമ്മുടെ 2 ഐറ്റം ലോഡിങ് ആണ്. നമ്മുടെ ഓൺ പ്രൊഡക്റ്റ്. ആ സാധനം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു. ഒരു പറവുണ്ട സാധനം ഇതേമാതിരി നൂലുമ്പോ കെട്ടി ഇറക്കും ഞാൻ പറഞ്ഞു. അതിന്റെ പിറ്റേന്റെ വ്യത്യാസമാണ് ഈ എക്സസൈസ് വരുന്നത്. അതെ. പക്ഷെ നമ്മുടെ ഒരു പറവുണ്ട സാധനം നമ്മുടെ ലേബലില്, നമ്മുടെ സിഗ്നേച്ചറില് അത് ഇറങ്ങുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങളുടെ 3 പേർ ഈ ഒരു ബോണ്ടിങ് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. തളരാതെ തകരാതെ അടിച്ചടിച്ചടിച്ച് മുന്നോട്ട് കയറി വരട്ടെ. എല്ലാവിധ ആശംസകളും. അയ്യോ, ഈ അടിയല്ല, നല്ല ഉയർന്ന അടി അടിച്ച് കയറി. അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.